ബലികുടീരങ്ങളെ എന്ന പാട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗാനമല്ല. കമ്മ്യൂണിസവുമായി അതിന് മോരും മുതിരയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. അത് ഒരു നാടക ഗാനമായി എഴുതപ്പെട്ടതല്ല. KPSC ഗാനവുമല്ല. CPMന്റെയോ CPIയുടെയോ ഗാനമല്ല. കമ്മ്യൂണിസവുമായി ആ ഗാനത്തിന് ഒരു ബന്ധവുമില്ല. ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ വരികൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. ചുവപ്പൻ പ്രത്യയശാസ്ത്രമൊന്ന് മാറ്റിവെച്ച്, ചുവപ്പൻ കണ്ണട ഊരിവെച്ച് ആ പാട്ടിനെ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക. ബലികുടീരങ്ങളെ, ബലികുടീരങ്ങളെ, സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. പോരാട്ടങ്ങളിൽ പങ്കെടുത്ത് ജീവൻ കൊടുത്തവരുടെ ബലികുടീരങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള തുടക്കം. സ്മരണകളിരമ്പുന്ന രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. വയലാറിന്റെ എഴുത്ത്, ദേവരാജൻ മാഷിന്റെ സംഗീതം. ഇവിടെ ഏതാണ് രണസ്മാരകങ്ങൾ? ഏതാണ് ആ ബലികുടീരങ്ങൾ? ആരുടെ പോരാട്ടങ്ങളെയാണ് ഈ ഗാനത്തിൽ പ്രകീർത്തിക്കുന്നത്? 1957 പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടന വേളയിൽ VJT ഹാളിൽ നിരവധി ഗായകരുടെ ഒരു സംഘം ആലപിച്ച ഗാനമാണ് ബലികുടീരങ്ങളെ. ആദ്യമായി ഈ ഗാനം ആലപിച്ചത് അന്നാണ്. കൃത്യമായി പറഞ്ഞാൽ 1957 ഓഗസ്റ്റ് 14. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്തത്. ആ രക്തസാക്ഷി മണ്ഡപം ഏത് പോരാട്ടത്തിൽ ജീവത്യാഗം ചെയ്തവർക്കുള്ള സ്മാരകമാണെന്ന് നിങ്ങൾക്കറിയാമോ? പുന്നപ്ര വയലാറും കയ്യൂരും കരിവെള്ളൂരും ഒന്നുമല്ല. ഒക്ടോബർ വിപ്ലവമോ റഷ്യൻ വിപ്ലവമോ അല്ല. അത് മംഗൾ പാണ്ഡെയും താന്തിയ തോപ്പിയും നാനാ സാഹിബും ഝാൻസി റാണിയും അടങ്ങുന്ന ധീരദേശാഭിമാനികൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആയുധമെടുത്ത് പോരാടിയ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ജീവത്യാഗം ചെയ്തവരുടെ സ്മാരകമാണ് പാളയം രക്തസാക്ഷി മണ്ഡപം. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പണി കഴിപ്പിച്ച സ്മാരകം. 1857 ജ്വലിക്കുന്ന ഓർമ്മകളാണ് സമരപുളകങ്ങളുടെ സിന്ദൂര ജ്വാലകളാകുന്നത്. അതിൽ കമ്മ്യൂണിസമില്ല, മാരോ ഭിരങ്കിക്കോ എന്ന് ആർത്തട്ടഹസിച്ച് വെള്ളക്കാരുടെ അഹങ്കാരത്തിനുമേൽ വെള്ളിടിയായി പാഞ്ഞുകയറിയ അനേകം ധീരദേശാഭിമാനികളുടെ സ്മരണകൾ ഉണർത്തുന്ന സ്മാരകമാണത്. അതിന്റെ ഉദ്ഘാടനത്തിന് പാടാൻ വേണ്ടിയാണ് വയലാർ ബലികുടീരങ്ങളെ എന്ന ഗാനം എഴുതിയത്. അത് 1857 ധീരന്മാരെ അനുസ്മരിച്ചുകൊണ്ടുള്ള പാട്ടാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും അനുസ്മരിക്കുന്ന പാട്ടല്ല.